ഇവിടെ വന്ന് നിൽക്കുകയാണല്ലേ? ആരില്ലാത്തോണ്ട് ഒരുമാതിരി. അതെനിക്ക് മനസ്സിലായി. ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവര് തിരിച്ച് വീട്ടിലെത്തുന്നിടം വരെ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങും. എനിക്കറിയാം. ഇപ്പൊ മനസ്സറിയ ഐസ്ക്രീം അല്ലേ? അമ്മ അച്ഛനൊന്ന് വൈകുന്നേരം വരുമോ? വരും, മിക്കവാറും വരും. വരേണ്ടതാണ്, അറിയില്ല. അച്ഛനില്ലാത്തോണ്ട് ഒരു രസമില്ല. ഉവ്വ, ഇവിടെയുള്ള ആൾക്കാരെ തമ്മിലടിക്കുന്നത് കാണാനാണല്ലോ അതെനിക്ക് ഇൻട്രസ്റ്റ്. അടിയും പഴക്കം ഉള്ളപ്പോഴേ ഒരു രസമുള്ളു. നിനക്ക് രസമാണ്, ബാക്കിയുള്ള ആൾക്കാർക്കാണല്ലോ ടെൻഷൻ മൊത്തോ. ചേച്ചി വരുന്നു. ആഹാ, പറഞ്ഞോലെ ചേച്ചി പറഞ്ഞിട്ടല്ലോ. വിഷ്ണു ചേട്ടൻ ഇല്ലല്ലോ കൂടെ. ശരിയാണ്, ചേട്ടനോട് പോയി. എനിക്കെങ്ങനെ അറിയാം? ലച്ചുവേ, എന്തു ഓടിപ്പോണത്? വിഷ്ണു എവിടെ? അത് പുറകെ അങ്ങനെ വരുന്നുണ്ടാവും. എന്തായി പോയ കാര്യം? പോയിട്ടൊന്നും ആയില്ല, പോയ പോലെ തന്നെ തിരിച്ചു വന്ന്. ഓട്ടോയിലല്ലേ വന്നത്? പോയത് ഓട്ടോയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ പിടിച്ച് കാണുന്നത് നിർബന്ധമൊന്നുമില്ലല്ലോ. പോയതോലല്ലോ തിരിച്ചു വന്നത്. കാറ് മിണ്ടാതിരുന്നോട്ടാ. എന്തോന്ന് ലച്ചു, ഇന്റർവ്യൂ ഉണ്ടായിരുന്നാ? പിന്നെ ആ ഉണക്ക കമ്പനിയിൽ എന്തോന്ന് ഇന്റർവ്യൂ. ഉണക്ക കമ്പനിയാ? എന്തു പറ്റി ലച്ചു? അത് മോൻ വരുമ്പോ വിശദമായിട്ട് അങ്ങ് പറഞ്ഞു തരൂ. മനുഷ്യന് സമയവും പൈസയും കളയാനായിട്ട്. ഞാൻ പറഞ്ഞാലെ തന്നെ ജോലി കിട്ടിയില്ല. ഈ പെണ്ണിനുണ്ടല്ല പന്ത് കെട്ടണ പോലെ ഞാൻ തട്ടും. മര്യാദക്കുള്ളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞോട്ടാമ്മ. അതെങ്ങനെയാ, ബാക്കിയുള്ളവന്റെ ബാക്കിയാണല്ലോ അതും. കിടന്ന് ചാടാതെ കാര്യം എന്താ വെച്ചാ പറവച്ചേ. ചേട്ടൻ വരുന്നു. അയ്യോ, ആ മുടി ആട്ടിയായിട്ടുള്ള വരവ് കണ്ട, കാവടി തുള്ളിക്കൊണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. എല്ലാത്തിനും ഈഗോ ആണ്, ഈഗോ. എന്നെ ചെരുപ്പോണ്ട് തല്ലണം, എന്നെ ചെരുപ്പോണ്ട് തല്ലണം. ഞാനാണല്ലോ അവൾക്ക് ജോലി ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചത്, അതിന് എന്നെ അടിക്കണം. എന്തോന്നാ, എന്താ കാര്യം? എന്ത് കാര്യം എന്നാ? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായമ്മ. അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മയുടെ സ്വന്തം കമ്പനിയിൽ സ്വന്തം മോളെ ജോലിക്ക് കയറ്റാം. പക്ഷെ അമ്മ മനഃപൂർവ്വം ചെയ്യില്ല, മനഃപൂർവ്വം ചെയ്യാൻ പറ്റില്ല. ഇനി മേലെ ഇതുപോലത്തെ ഉപകാരം ചെയ്തു കൊടുക്കുന്ന പരിപാടി നിർത്തി. ഇങ്ങനത്തെ മണ്ടത്തരം ഞാൻ നിർത്തി. രണ്ടുപേരും കൂടെ ഇങ്ങനെ തുടങ്ങിയിട്ട് എനിക്ക് കാര്യം മനസ്സിലാവില്ല. ഒന്നും പറയണ്ട കാര്യം എന്താന്ന്. അതിന് ഞാൻ എന്റെ ചേട്ടനോട് ഒരു പരിപാടിക്ക് ഞാൻ വരുന്നില്ല. ആ വന്നില്ല, നിർത്തി ഈ പരിപാടി. എടാ, എന്തോന്നാ കാര്യം? വേണമെങ്കിലേ തുണിയും വയറ്റിൽ മുറുക്ക് കിട്ടി ഞാൻ പട്ടിണി എടുക്കും. എന്നാലും ചേട്ടന്റെ കൂടെ ഇതുപോലത്തെ ഒരു പരിപാടിക്ക് ഞാൻ ഇനി ഒരിക്കലും വരില്ല. ഇവിടെ ഇഷ്ടം പോലെ നല്ല കമ്പനി ഉണ്ടല്ലോ, ലച്ചു വേറെ ജോലി നോക്കിക്കോളാം. എന്തോന്നാ പ്രശ്നം? കിടന്ന് തുള്ളണ്ടല്ല, ഇവിടെ ജോലിക്ക് എടുത്തില്ലേ അവിടെ? എടുത്തേനെ, എങ്ങാനും എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ കമ്പനി മുടിഞ്ഞേനെ. അമ്മ ജോലി കിട്ടിയ പോലെയൊക്കെ തന്നെയായിരുന്നമ്മ. ആ സമയത്ത് കറക്റ്റ് ആയിട്ട് ചേട്ടൻ അവിടെ തന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ. ആരും കേൾക്കാതെ എന്റെ അടുത്ത് പറയാ നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളന്ന്. ഈഗോ, വെറും ഈഗോ. ഈഗോയാ? എന്തോന്നടേ ഈഗോയാ? ഇപ്പൊ ഞാൻ അവളെ കാണിച്ചു തരാം. എന്റെ ഈശ്വര. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നീ തുറക്കേ. നീ അവിടെ പൂട്ടി അവിടെ നീ പുറത്തോടാണ്ടിരിക്കണ നല്ലത്. ഇറങ്ങേണ്ടല്ല. എനിക്ക് ഈഗോ അല്ലേ അമ്മ? ഇവിടെ ഉണ്ടല്ലോ 4 ആൾക്കാരെ ഫ്രണ്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. നാണക്കേടാമ്മ, നാണക്കേട്. എനിക്കൊന്നും കേൾക്കണ്ട, എന്നോടൊന്നും പറയാൻ വേണ്ട. എടാ, കാര്യം വ്യക്തമായിട്ട് പറയാണ്ട് ഞാൻ എന്തിനാ കേൾക്കണത്? ഇവിടെ കിടന്ന് ബഹളോടാക്കാൻ പറ്റില്ല കേട്ടോ, പറഞ്ഞേക്കേ. നമുക്ക് കാര്യം വ്യക്തമായിട്ട് കേൾക്കണമല്ലോ. ഒറ്റ വാക്കിൽ പറഞ്ഞുതരാ. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ഇവൾക്ക് അഹങ്കാരം. അമ്മ സത്യം പറഞ്ഞുണ്ടല്ലോ അമ്മ, ഇവൾക്ക് ജോലി ഏകദേശം സെറ്റായത്. അവര് ഓക്കെ എന്ന് പറഞ്ഞതാ. എനിക്ക് താല്പര്യമില്ലാത്തോണ്ട് ഞാൻ വിളിച്ചോണ്ട് വന്നേ. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഓഫീസിലുള്ളവരെന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? ഞാൻ പറഞ്ഞോളാം. അവള് ഭയങ്കര ഇതിലും സാലറി കൂടിയ കമ്പനി, അടിപൊളി കമ്പനി കിട്ടി. അപ്പൊ അവർക്ക് ഹാപ്പി ആയിക്കോളൂ. ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞു അഹങ്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ സ്വഭാവം മാറൂട്ടോ ചേട്ടാ. അമ്മ, ഞാൻ ഓഫീസിൽ പോട്ടെ നല്ല സ്മാർട്ട് ആയിട്ട് പെരുമാറിയത് അത് ആശാൻ ഇഷ്ടപ്പെട്ടില്ല. ബി സ്മാർട്ട്, ഡോണ്ട് ബി ഓവർ സ്മാർട്ട്. ഓക്കെ? ഒരു സ്ഥലത്ത് പോയാലേ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അറിയാം. അവിടെ കയറി ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ടീം ലീഡറിനെയും അവരൊക്കെ കണ്ടോർണ 19 വർഷത്തെ പരിചയം കാണിച്ചു. അപ്പൊ സുരേഷ് കണ്ടപ്പോ ഇവളെന്തോ വിളിച്ചറിയോ? കണ്ടോർണേ ബ്രോന്ന്, ഹായ് ബ്രോന്ന്. ബ്രോന്നല്ലേ വിളിച്ചത്, അനാവശ്യമൊന്നുമല്ലല്ലോ വിളിച്ചത്. എന്തെങ്കിലും ആയിട്ടാ പോട്ടെ. ഇനിയിപ്പോ എന്തായാലും ആ ജോലിക്ക് അവള് പോണില്ലല്ലോ. ഈ സംസാരം ഇവിടെ വെച്ചത് നിർത്ത്, അതാണ് നല്ലത്. പിന്നെ ചേട്ടന്റെ കമ്പനിയിൽ ഞാൻ ഇപ്പൊ പോകും ജോലിക്ക്. ഇവൾക്ക് ഇവള് കുറച്ച് ഓവറാണ്. എന്റെ ഫ്രണ്ട്സിനെ കണ്ടപ്പോ അവിഞ്ഞ ഇംഗ്ലീഷ് അനാവശ്യ സമയത്ത്. അവള് ചോദിച്ചു ഇവള് ഇത്തിരി ഓവറാണല്ലോ, എന്തോ ഓവർ സ്മാർട്ട് ആണല്ലോ. ആരോ ചോദിച്ചത്? ചോദിച്ചു, മീര ചോദിച്ചു. അയ്യോ, ഒരു മീര വന്നേക്കട്. അമ്മയ്ക്ക് അറിയോ ഇവരുടെ ഓഫീസിലെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, കഞ്ഞി പിള്ളേരെ. അമ്മ ഒരു സ്റ്റാൻഡേർഡും ഇല്ലാർക്കും. എന്റെ കൊളീഗ്സിനെല്ലാം പറഞ്ഞല്ലേ ചപ്പാങ്കുറ്റി അടിച്ചു കുടിക്കേ. അമ്മ, നമ്മുടെ ആനന്ദ് ബോസ് സാറിന്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ സംസാരിച്ചറിയോ? നമ്മുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കണ പോലെ, നമ്മുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കണ പോലെ. ഓപ്പൺ മൈൻഡഡ് ഇന്ററാക്ഷൻ വിത്ത് എവരിവൺ, ദാറ്റ്സ് മൈ നേച്ചർ. ബട്ട് യു ഷുഡ് ഓൾവേസ് ഗിവ് റെസ്പെക്ട് ടു യുവർ superiors, okay? Especially to Anand sir, because he is our manager. And I always keep distance with him, even though I'm close to him, okay? Oh, hello. I know how to behave with elders. I mean respect. Mangadevi,
കാറേച്ച് അമ്മ ഇവള് ശമ്പളക്കാരി വരെ ഇടിച്ചു കയറി സംസാരിച്ചിരിക്കണമാ. പിന്നെ ശമ്പളക്കാര് സംസാരിക്കണ്ടേ? ഞാൻ അടിമ പണിക്കലല്ലോ പോണത്, ജോലി ചെയ്യാനല്ലേ. അമ്മേ ഇത് 2022 അല്ലാതെ പഴയ കാലമൊന്നും അല്ല. ചേട്ടൻ എന്നും പറഞ്ഞ എന്നെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയത് 16,000 രൂപ ശമ്പളം എന്നല്ലേ? അവിടെ പോയപ്പോ എന്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ? 14,000 രൂപ ശമ്പളം എന്ന്. എടി അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ സംസാരിച്ച് തീർക്കില്ലേ? എന്റെ ശമ്പളക്കാര് ചേട്ടൻ സംസാരിക്കട്ടെ, ഞാനല്ലേ സംസാരിക്കണ്ടേ? ആ സംസാരിച്ചോ? ഇവിടെ അല്ല, വേറെ കമ്പനിയിൽ കേട്ടാ. അവിടെ കേറുമ്പോ സംസാരിച്ചോ. വിത്ത് സാലറി ഹൈക്ക് 5 ലക്ഷം ഇപ്പൊ തരും. അയ്യോ, അല്ലെങ്കിൽ ആര് പോകുന്നു ചേട്ടൻ ഈ ഉണക്ക കമ്പനിയിലെ ജോലി? എന്ത് അമ്മ എന്റെ കമ്പനിയായിട്ട് കളിയാക്കണം. നീ ഒരുപാട് കളിക്കലടി കേട്ടാ, ഒരുപാട് കളിക്കല നീ. സഹായം കൊടുത്തപ്പോ തലക്കര കളിക്കാൻ നോക്കണം. ഞാൻ ഇപ്പോഴും പറയും ചേട്ടന്റെ കമ്പനി പൊട്ട കമ്പനി. അമ്മയുടെ അപ്പനെ വിളിച്ച അമ്മ ഞാൻ മനപ്പൂർവ്വം അവളെ നിർത്തിക്കോട്ടെ ഇവിടെ വെച്ചിത്. ആ പറഞ്ഞില്ലാന്ന് വേണ്ട. എടാ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നീയൊക്കെ എൻ്റെ അടുത്ത് ഈ കാര്യം സംസാരിച്ചപ്പോൾ നിന്നോടൊക്കെ ഞാൻ ഒരു മറുപടിയും പറയാണ്ടിരുന്നത്. നിന്റെയൊക്കെ സ്വഭാവം അനുസരിച്ചേ നിങ്ങൾ ഒരേ സ്ഥലത്ത് ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് കാണിക്കണില്ലേ? ഇതൊക്കെ തന്നെ ആ ഓഫീസിൽ ചെന്നും കാണിക്കുള്ളൂ. അപ്പൊ ആർക്കാ നാണക്കേട്? നിങ്ങൾക്ക് നാണക്കേട്. നിങ്ങളുടെ കരിയറിനെ ബാധിക്കും. നീയൊക്കെ ഒരേ സമയം അടയും ചക്കരയുമാണ്, അതേപോലെ തന്നെ ഒരേ സമയം കീരിയും പാമ്പുമാണ്. ഇവളാണ് പാമ്പ്, വിഷപ്പാമ്പ് അറിയോ? കീരി അമ്മ സോറി സമാനായ നിനക്ക്